തേൻ നെല്ലിക്ക ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. ഷേർലി ചാനലിൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. തേൻ നെല്ലിക്ക എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് വലിയ നെല്ലിക്കയാണ്. അതൊരു 400 ഗ്രാം നെല്ലിക്കയും 300 ഗ്രാം ഓർഗാനിക് ശർക്കരയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നെല്ലിക്ക നന്നായിട്ട് കഴുകി നമുക്ക് ഒരു ഓട്ടപാത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലോ അല്പം ഉപ്പ് ചേർത്ത് നമുക്ക് വാട്ടിയെടുക്കാം. ഒരു 5-6 മിനിറ്റോളം നമ്മൾ ഈ നെല്ലിക്ക ഒന്ന് ആവിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് സമയത്ത് നമ്മളിത് വേവിക്കേണ്ട, ഒരു 6-7 മിനിറ്റ് നമ്മളിതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് അത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോർക്കിൻ്റെ ഇട്ട് നല്ലതുപോലെ ഒന്ന് നെല്ലിക്കയുടെ എല്ലാ ഭാഗവും ഒന്ന് കുത്തി കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ വെച്ച് ഉണക്കിയെടുക്കണം. ഒട്ടും പോലും വെള്ളമയം കാണാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഫോർക്ക് വെച്ച് കുത്തി ഇതിന് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി കൊണ്ടുവരാം. ഫോർക്ക് വെച്ച് നല്ലതുപോലെ അത് കുത്തി കൊടുക്കുന്നത്, അതിന് ഹോൾ ഉണ്ടാക്കുന്നത് അതിനുള്ളിലേക്ക് നന്നായിട്ട് ഈ ശർക്കരയുടെ മധുരം പിടിക്കാൻ വേണ്ടിയാണ്. അതിനായിട്ടാണ്. അത് അങ്ങനെ ചെയ്തിട്ട് മാത്രമേ അത് നമുക്ക് ശർക്കരയിൽ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ മധുരം നന്നായിട്ട് ഈ നെല്ലിക്കയ്ക്കുള്ളിൽ ചെല്ലില്ല. എല്ലാം നന്നായിട്ട് ഇതുപോലെ ഫോർക്കിട്ട് കുത്തി എല്ലാം നന്നായിട്ട് ഇതിന് ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് എല്ലാം തുടച്ച് വെച്ചിരിക്കുകയാണ്. വെള്ളമയം ഒട്ടും ഇരിക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമുക്കിനിയും കുറച്ച് ശർക്കര നന്നായിട്ട് പാനിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് തിളപ്പിച്ച് ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത ശർക്കരയാണ്. അപ്പോൾ ഇത് വെള്ളമുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വെള്ളം വറ്റിച്ച് നല്ല പാനിയാക്കി എടുക്കാം. വെള്ളമയം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇരിക്കുമ്പം അഴുക്കായി പോകും. അപ്പോൾ നന്നായിട്ട് നമുക്കിത് വെള്ളം വറ്റിച്ച് നല്ല കയ്യിലൊട്ടുന്ന പരുവത്തിന് പാനിയാക്കി എടുക്കാം. കൈ വിടാതെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്കൊക്കെ പിടിക്കും. അപ്പം നമ്മൾ ഇത് ഇടയ്ക്കൊന്ന് നോക്കണം. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതി ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഈ ചൂട് പാനിക്കകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ശർക്കര എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നെല്ലിക്ക എനിക്ക് അതൊരു 400 ഗ്രാമോളം ഉണ്ട്. ശർക്കര ഒരു 1/4 കിലോയേ ഉള്ളൂ. അപ്പോൾ മധുരത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മുഴുവൻ നെല്ലിക്ക ഇടത്തില്ല, കുറച്ച് നെല്ലിക്ക ഞാൻ ഇടത്തുള്ളൂ. ബാക്കി നമ്മൾ അച്ചാറിട്ട് വെക്കും. ഏകദേശം നമ്മുടെ പാനി കുറുകി വരുന്നുണ്ട്, പാനിയായി വരുന്നുണ്ട്. അതിലേക്കൊരല്പം ഏലക്ക, ചെറിയൊരു ഫ്ലേവറിന് മാത്രം ഒരല്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കരയൊക്കെ ഒരുവിധം പാനിയായിട്ടുണ്ട്. ശർക്കരയൊക്കെ നല്ല പാനിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. വലിയ നെല്ലിക്കയാണെങ്കിൽ ശർക്കര ചിലപ്പോൾ തികയാതെ വരും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നുപോലെ, അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇടണം. കമൻറ്റൊക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് എഴുതിയിടാനായിട്ട് മറക്കുക. നമ്മുടെ തേൻ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കരയൊക്കെ നല്ല സൂപ്പർ പാനിയായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും വെള്ളമയമില്ല. അപ്പോൾ നമുക്കത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി ഇത് മുഴുവനും ഈ പാനിയെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിന് വലിയ കളറൊന്നും തോന്നുന്നില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് ഇതിന് മുകളിൽ ഉണ്ടാക്കി കൊടുത്ത ഈ ഹോളിനുള്ളിലൂടെ എല്ലാം ശർക്കര കയറി നല്ല ബ്രൗൺ കളറായിട്ടുള്ള തേൻ നെല്ലിക്ക നമുക്ക് കാണാം.
പണ്ടൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന്. നമ്മൾ നെല്ലിക്ക കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം എടുത്ത് കുടിക്കാറുണ്ട്. വെള്ളം എടുത്ത് കുടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ചെറിയൊരു മധുരം നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ ഇത് ആദ്യവും മധുരിക്കും, കഴിച്ച് കഴിയുന്നിടം ഒരു മധുരിക്കും. ആ ശർക്കരയ്ക്കും ആ നെല്ലിക്കയിലെ ആ നല്ല ആ ഒരു ടേസ്റ്റൊക്കെ ശർക്കരയിലേക്ക് ഇറങ്ങിയിട്ട് ആ ശർക്കരയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നമുക്കൊരു മധുരമുള്ളൊരു സ്നാക്കായിട്ട് തന്നെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പം നെല്ലിക്ക പച്ചയ്ക്ക് തിന്നുന്ന അത്രയും ഗുണമൊന്നും നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ കിട്ടത്തില്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ വെന്തിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കുറച്ച് പോകും. അപ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു സ്നാക്ക് പോലെ കഴിക്കാവുന്നതാണ്. ദോഷവശങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും നമുക്ക് പുതിയ വിശേഷങ്ങളും രുചിക്കൂട്ടുകളും യാത്രകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ. താങ്ക് യു.